ഇന്നത്തെ വീഡിയോ ഓർക്കിഡ് പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവര് ഫെൻലോപ്സിസ് എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പൊ ഞാൻ കുറച്ച് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് ഫെൻലോപ്സിന്റെ. കൂടുതലും സീഡ്ലിങ്സ് വളർത്തി നമ്മൾ പൂവാക്കി എടുത്ത് അല്ലെങ്കിൽ അതുപോലെ സ്പൈക്കാക്കി എടുത്തതാണ്. കൊടുക്കുന്ന രണ്ട് ടിപ്സ് അല്ലെങ്കിൽ രണ്ട് വളങ്ങളാണ്. അത് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മുടെ ഈ ഫെൻലോപ്സിസിൽ വന്നിരിക്കുന്ന മാറ്റം നിങ്ങളൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ റിസൾട്ട് അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇതിലെ വേരുകൾ നോക്കിയേ, കണ്ടോ? എല്ലാത്തിലും ഒന്നിൽ കൂടുതൽ സ്പൈക്ക് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാനത് ഇതുപോലെ ഒരു എന്താ പറയുക, പൂ നല്ല രീതിയിൽ മുകളിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതെല്ലാം സ്പൈക്ക് വന്നു കേട്ടോ. എനിക്ക് വലിയ സന്തോഷം. ഇതണ്ട, ഇത് സ്പൈക്ക് വന്നത് ഒടിഞ്ഞു പോയി, അതിൻ്റെ നിന്ന് അറിയാതെ ഒടിഞ്ഞു പോയത്. പക്ഷെ ഇത് അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സങ്കടം തീർന്നു. എല്ലാത്തിലും വരുന്നുണ്ട് ഇത്. ഇതൊക്കെ ചെറിയ ചെടികളാകുമ്പോൾ നമ്മൾ മേടിച്ചതാണ് കേട്ടോ. അതിലാണിത്. ഇതൊക്കെ സ്പൈക്ക് വന്നിട്ടുണ്ട്. ഒരാഴ്ച ഇടവിട്ട് ഞാൻ ഇവയ്ക്ക് കൊടുക്കുന്ന രണ്ട് വളങ്ങളാണ്. ഒന്ന് നമ്മുടെ പൂക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മിറക്കിൾ 20യുടെ അതായത് 52:34 നൈട്രജൻ 0 ആയിരിക്കും. ഇത് പൂക്കൾക്ക് കൊടുക്കുന്നതാണ്. അതായത് ചെടി നന്നായിട്ട് വളർന്നതിന് ശേഷം നല്ല മച്ചുറാൻ തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു വളമാണ് ഈ ഒരു മിറക്കിൾ 20യുടെ 52:34. ഇത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യമാണ്. നൈട്രജൻ ഇല്ല, കാരണം ചെടി വളർന്നു കഴിഞ്ഞു. ഈ ചെടികൾക്ക് പൂ ഉണ്ടാവാൻ വേണ്ടി ഓരോ ആഴ്ചയും 5 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇലകളിലും തണ്ടിലും വേരുകളിലുമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. സ്പൈക്ക് ഉണ്ടായതിനു ശേഷം പിന്നെ നമ്മൾ ഈ ഒരു മിറക്കിൾ 20യുടെ ഇത് പൂക്കൾ ഉണ്ടാവാനുള്ളത് കൊടുക്കണ്ട. ഇത് നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന 19-19-19 എന്ന് പറഞ്ഞ ഒരു രാസവളാണ്. അത് പോളിയർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാ ചെടികൾക്കും നല്ലതാണ്. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്പൈക്കൊക്കെ വന്ന് പൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എല്ലാ ആഴ്ചയും ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് ചെടികൾക്ക്, ഏത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തല്ലെന്ന് പറഞ്ഞ് കുറേ നാൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇടവേള ഇട്ടതിന് ശേഷമല്ല, എല്ലാ ആഴ്ചയിലും നമുക്കിത് കൊടുക്കാം. NPK 3 മൂലകങ്ങളും ഒരേപോലെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ചെടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാ ആഴ്ചയും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരാഴ്ച നമ്മൾ ഈ NPK 19-19 കൊടുത്തു. പിറ്റേ ആഴ്ച പൂക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൈട്രജൻ കുറച്ചടങ്ങിയ, ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയ മിറക്കിൾ 20യുടെ വളം കൊടുത്തിട്ടാണ് ഇതേപോലെ സ്പൈക്ക് വന്നിരിക്കുന്നത് കേട്ടോ. പലരും പറയും ഈ ഓർക്കിഡ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൂ ഉണ്ടാകാൻ കുറേ സമയം എടുക്കുന്നു, പൂ ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ മിറക്കിൾ 20യോ ഗ്രീൻ കെയറിനേലും കുറച്ചും കൂടി ഇഫക്റ്റായിട്ട് എനിക്ക് മിറക്കിൾ 20 തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുപോലെ 19-19-19 എല്ലാ ആഴ്ചയും എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് നല്ലതാണ്.